ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്, ചേച്ചിക്ക് എങ്ങനെയാണ് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് ജോലി കിട്ടിയേ, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, അതിൻ്റെ സാലറി എത്ര സാലറി കിട്ടും, അങ്ങനെ ഒരുപാട് ചോദ്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ ചെയ്തേക്കാന്ന്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിട്ട് പോകാം. അപ്പം നമുക്ക് ബിഗിനിങ്ങിൽ തന്നെ തുടങ്ങാം. ഏത് കോഴ്സ് ചെയ്യണം, എന്താണ് ക്വാളിഫിക്കേഷൻസ്, ഡിഗ്രി മാൻഡറ്ററി ആണോ, ഏവിയേഷൻ ചെയ്യണോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ BBA ചെയ്തിട്ടുണ്ട്, എനിക്ക് ഡിഗ്രി ഉണ്ട്, പിന്നെ ഞാൻ ഏവിയേഷൻ ഡിപ്ലോമയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ഏവിയേഷനെ കുറിച്ച് ഒന്നുകൂടെ അറിയണമെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഏവിയേഷൻ ഡിപ്ലോമ ചെയ്യാം. പക്ഷേ എയർപോർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഡിഗ്രി മാൻഡറ്ററി ആണ്. ഇപ്പോൾ ഡയറക്റ്റ് എയർലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടെങ്കിൽ ഡിഗ്രി എന്തായാലും മാൻഡറ്ററി ആണ്. പക്ഷെ ഒരുപാട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് ഉണ്ട് എയർപോർട്ടിൽ. ഇപ്പോൾ എയർ ഇന്ത്യ, സാറ്റ്സ്, സെലുബി, അങ്ങനെ CL, കൊച്ചിയിലാണെങ്കിൽ CL, അങ്ങനെ ഒരുപാട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നത് പുതുതായി പഠിച്ചു വരുന്ന കുട്ടികളെല്ലാം ആദ്യം തന്നെ ജോയിൻ ചെയ്യുന്നത് ഇതുപോലുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഡിഗ്രി വേണ്ട, ആഫ്റ്റർ +2 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് നല്ലപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് ഇന്നിപ്പോൾ ഓൺലൈനിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിഗ്രി എന്തായാലും മാൻഡറ്ററി ആണ്. പിന്നെ നിങ്ങൾക്ക് ഏവിയേഷനെ കുറിച്ച് ഒന്നുകൂടെ അറിയണമെങ്കിൽ, കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് എയർലൈനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഡിഗ്രി എന്തായാലും മാൻഡറ്ററി ആണ്. സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് ഈ ഏവിയേഷൻ ഡിപ്ലോമ കോഴ്സ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എന്തായാലും കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഡെവലപ്പ് ആക്കുക. ഹിന്ദി, ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഹിന്ദി മാൻഡറ്ററി അല്ല. പക്ഷെ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഹിന്ദി വേണം. ഇൻഡിഗോ പോലുള്ള എയർലൈൻസ് എല്ലാം ഹിന്ദി ലാംഗ്വേജും കൂടെ ചോദിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള എയർലൈൻസ് എല്ലാം ഹിന്ദി ലാംഗ്വേജും കൂടെ മാൻഡറ്ററി ആയിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ പക്ഷേ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് എയർലൈൻസ് ഒന്നും ഹിന്ദി കമ്മ്യൂണിക്കേഷൻസ് മാൻഡറ്ററി ആയിട്ട് ചോദിക്കുന്നില്ല. ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ എന്താ പറയുക, ഡ്രീം കം ട്രൂ മൂമെന്റ് ഒക്കെ നിങ്ങൾക്കും എയർപോർട്ടിലുള്ള ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുക. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് കോളേജ് പ്ലേസ്മെന്റ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്ലേസ്മെന്റ് വഴി നിങ്ങൾക്ക് എയർപോർട്ടിൽ ജോയിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു എയർലൈനിൽ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ വാക്കൻസീസ് വരുമ്പോൾ അതിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ CV അതിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇൻഡിഗോ കാരിയേഴ്സ്, അതിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എയർലൈൻ, ഖത്തർ ആണെങ്കിൽ ഖത്തർ എയർവേസ്, ഇങ്ങനെയുള്ള കാരിയേഴ്സിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഡയറക്റ്റ് എയർലൈനിൽ കയറി, നിങ്ങൾക്കിപ്പോൾ ഒരു ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് ഒരു ഡയറക്റ്റ് എയർലൈനിൽ നിങ്ങൾ ജോയിൻ ചെയ്തെന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1 month ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു 2 months ട്രെയിനിങ് എയർലൈൻ പ്രൊവൈഡ് ചെയ്യും. അത് ഇപ്പോൾ ബേസ്ഡ് ഹബ് ഹബ് സ്റ്റേഷൻ അനുസരിച്ചിട്ടായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ എയറേഷ്യ ആണെങ്കിൽ മലേഷ്യയിലായിരുന്നു ട്രെയിനിങ് എല്ലാം ഉണ്ടായിരുന്നത്. ഒരു 1 month ട്രെയിനിങ് ആയിരിക്കും. നിങ്ങളെ മൊത്തം ചേഞ്ച് ആക്കി തരും ആ ട്രെയിനിങ്. അപ്പോൾ ഏവിയേഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഈ ട്രെയിനിങ് നമ്മുടെ എയർലൈൻ തരുന്ന ട്രെയിനിങ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നോളേജ് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾക്കൊരു അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഏവിയേഷൻ, എന്താണ് എയർപോർട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ഗ്രൂമിങ് ട്രെയിനിങ് ഇൻക്ലൂഡഡ് ആവും. പിന്നെ എങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് ഇൻക്ലൂഡഡ് ആവും. അങ്ങനെ ഒരുപാട് ഇൻക്ലൂഡ് ആയിട്ടാണ് അവർ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗ്രൂമിങ് സ്കിൽസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറും. ഞാനൊക്കെ എൻ്റെ ഗ്രൂമിങ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഗ്രൂമിങ്ങിലും എല്ലാത്തിലും ഒരു മാറ്റം വന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസും നിങ്ങൾ എങ്ങനെ നടക്കണം, നിങ്ങൾ എങ്ങനെ സംസാരിക്കണം, നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതെല്ലാം കസ്റ്റമർ സർവീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏവിയേഷൻ ചെയ്തില്ല എന്ന് വിചാരിച്ച് ഒരു പേടി മേടിക്കേണ്ട. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
എയർലൈൻ തന്നെ തരുന്ന ഒരു ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ഏവിയേഷനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഒരു ധാരണ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. എയർപോർട്ടിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാർഗോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്യാബിൻ ക്രൂ. ഇതിലൊക്കെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എയർലൈൻസ് കാരിയേഴ്സ് വെബ്സൈറ്റ് പോവുക. ഇൻഡിഗോ ആണ് താല്പര്യമുണ്ടെങ്കിൽ ഇൻഡിഗോ എയർലൈൻസ് കാരിയേഴ്സ് നോക്കുക, ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അതിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും അവൈലബിലിറ്റി അവർ അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആണ് സാലറി. എത്ര സാലറി കിട്ടും? നല്ല സാലറി കിട്ടുമോ? അപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് 8 years എക്സ്പീരിയൻസ് ഉണ്ട് ഏവിയേഷനിൽ. ഞാനും ആദ്യം ജോയിൻ ചെയ്തപ്പോൾ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ജോയിൻ ചെയ്തത്. എയർ ഇന്ത്യ സാറ്റ്സിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് എൻ്റെ സാലറിയും ഇന്ന് എൻ്റെ സാലറിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു ഗ്രൗണ്ട് ഏജൻസിയിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാലറി നമുക്ക് കിട്ടണമെന്നില്ല. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിൽ ഒരു ബേസിക് ആയിട്ട് അവർ കൊടുക്കുന്നത് 20,000 ആണ്. അപ്പോൾ നിങ്ങളൊരു ഡയറക്റ്റ് ആയിട്ട് എയർലൈനിൽ കയറുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഏജൻസിയിൽ 20,000 ആണെങ്കിൽ എയർലൈൻസിൽ നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി, ഒരു ബേസിക് സാലറി എന്ന് പറഞ്ഞത് ഒരു 40 ഉണ്ടാവും നിങ്ങൾക്ക്, ഇപ്പോൾ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എയർലൈനിൽ കയറുകയാണെങ്കിൽ. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദ എയർലൈൻസ്. ലൈക്ക് ഇപ്പോൾ എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് അങ്ങനെയുള്ള നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എയർലൈൻസിലൊക്കെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള സാലറി കിട്ടും. നല്ല സാലറി നിങ്ങൾക്ക് തരും. എമിറേറ്റ്സ്, ഖത്തർ അങ്ങനെ ഒരുപാട് എയർലൈൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് ഒരു 70-80 റേഞ്ചിലുള്ള സാലറിയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് തന്നെ. അപ്പോൾ അഫ്കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ എയർപോർട്ട് എന്താണ്, ഏവിയേഷൻ എന്താണ് എന്നൊക്കെ അറിയാനും ഒരു എക്സ്പീരിയൻസിലും നിങ്ങൾക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിൽ ജോയിൻ ചെയ്യാം. എക്സ്പീരിയൻസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എയർലൈനിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് അങ്ങനെ സെറ്റിൽ ആക്കാൻ പറ്റും. ഏവിയേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾ ഏവിയേഷനിൽ നിങ്ങൾ തന്നെ മാറിപ്പോവും എന്താണ് ഏവിയേഷൻ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ്, കല്യാണം കഴിച്ചാൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഡെലിവറി കുട്ടിയായി കഴിഞ്ഞാലും വർക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കൊരു ഇത്ര പർട്ടിക്കുലർ ഏജ് വരെയല്ലേ വർക്ക് ചെയ്യാൻ പറ്റൂ? അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. അഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരു ക്യാബിൻ ക്രൂ ആണെങ്കിലും നിങ്ങൾക്കും കല്യാണം കഴിക്കാം, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാം. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സൗന്ദര്യം എന്ന് വെച്ചാൽ സ്കിൻ കളറോ അല്ലാതെ നല്ല ഫെയർ ആയിട്ട് ഇരിക്കണോ ഒന്നൊന്നുമല്ല. നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എല്ലാത്തിലും. നിങ്ങളുടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും നിങ്ങളുടെ മേക്കപ്പിലാണെങ്കിലും എല്ലാത്തിലും ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ആ ഒരു മാറ്റം എപ്പോഴും ഉണ്ടാവണം. നിങ്ങളുടെ ബോഡി ആണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എല്ലാത്തിനും അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ആ ഒരു നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് വരെ, എൻ്റെ ഇപ്പോൾ റിട്ടയർമെൻറ്റ് എന്നത് എൻ്റെ ഇതിൽ കാണിച്ചിരിക്കുന്നത് 2050-ലാണ്. സോ അതുവരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ പോസ്റ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനൊക്കെയുള്ള സീനിയർ പോസ്റ്റ്, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിച്ചാലും എയർപോർട്ടിൽ വർക്ക് ചെയ്യാം, ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിലും വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നുണ്ട്, കുട്ടികളുണ്ട്. നിങ്ങൾക്ക് മെറ്റേണിറ്റി ലീവ് തരും. ഇപ്പോൾ ഫ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഡൗട്ടാണ്, അപ്പോൾ എങ്ങനെ പ്രഗ്നൻ്റ് ആയാൽ ഫ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ടിലുള്ള ജോലി, അതായത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ബാക്ക് ഓഫീസ് വർക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് സിസ്റ്റം വർക്ക്, എന്തൊക്കെയാണ് സിസ്റ്റത്തിലുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെയുള്ള വർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഗ്രൗണ്ട് ചെയ്യും. എന്നിട്ട് അതനുസരിച്ചുള്ള 8 months മെറ്റേണിറ്റി പീരീഡ് എടുക്കുക. നിങ്ങൾക്ക് ലീവിന് പോവാം. അത് കഴിഞ്ഞ് പിന്നെയും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞാലും കുട്ടികളുണ്ടെങ്കിലും ഒക്കെ ഏവിയേഷനിൽ ജോലി ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സൗന്ദര്യം ഉണ്ടെങ്കിൽ ഏവിയേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റും.
സൗന്ദര്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ സ്കിൻ കളറോ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടോ അതൊന്നുമല്ല നമ്മുടെ സൗന്ദര്യം. നമ്മൾ എങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്താണ്, നമ്മുടെ സർവീസിൽ ക്വാളിറ്റി ഉണ്ടോ, നമ്മളിൽ ക്വാളിറ്റി ഉണ്ടോ, അതാണ് സൗന്ദര്യം. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്കും എയർപോർട്ടിൽ വർക്ക് ചെയ്യാം. നിങ്ങൾ കറുത്തിട്ടാണെങ്കിലും വെളുത്തിട്ടാണെങ്കിലും അതിവിടെ ആരും കൺസിഡർ ചെയ്യില്ല. നിങ്ങളുടെ നോളേജ് എന്താണോ, നിങ്ങളുടെ ക്വാളിറ്റി എന്താണോ, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സർവീസ് എന്താണോ, നിങ്ങളുടെ ഒരു ബിഹേവിയർ എന്താണോ. നിങ്ങൾ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൗന്ദര്യം വേണോ എന്നുള്ളൊരു ഇതുണ്ട്. സൗന്ദര്യമല്ല, നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ്, നിങ്ങൾക്ക് കറക്റ്റ് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് ഒന്നും പാടില്ല, ടാറ്റൂസ് ഒന്നും പാടില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതല്ലാതെ സ്കിൻ കളർ ബേസ്ഡ് ആയിട്ടൊന്നും അല്ല നിങ്ങൾക്ക് എയർപോർട്ടിൽ ജോലി കിട്ടുന്ന അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ആയിട്ട് സെലക്ട് ആക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് നല്ല സർവീസ്, ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ക്യാബിൻ ക്രൂ ആവാം, ഗ്രൗണ്ട് സ്റ്റാഫ് ആവാം, ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് ഒഴിഞ്ഞെടുക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാം. അതിനുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അതുവരെയും ബൈ.